അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പരിചയപ്പെടുത്താനുള്ളത് എന്റെ സ്വന്തം പ്രൊഡക്റ്റായ ഷെമീസ് മാജിക് ഹെർബൽ ഓയിലിനെ കുറിച്ചാണ്. മറ്റു പല ഹെയർ ഓയിൽസ് യൂസ് ചെയ്തിട്ട് റിസൾട്ട് ലഭിക്കാത്തവർക്ക് വേണ്ടി സ്പെഷ്യലി തയ്യാറാക്കിയ പ്രീമിയം ഓയിലാണിത്. 120ഓളം ഹെർബൽസ് ചേർത്ത് തയ്യാറാക്കിയ ഈ ഓയിൽ മുടി കൊഴിച്ചിൽ, താരൻ, കഷണ്ടി, മുടി കട്ടിക്കുറവ്, മുടി പൊട്ടിപ്പോകൽ, പ്രത്യേകിച്ച് നര എന്നിവ കുറയ്ക്കാൻ പൂർണ്ണമായിട്ട് സഹായിക്കും. റിസൾട്ട് ലഭിച്ചില്ലെങ്കിൽ മെഡിക്കൽ ഇഷ്യൂസ് ഇല്ലാത്തവർക്ക് ഫുൾ ക്യാഷ് റീഫണ്ട് നൽകുന്നതാണ്. നമ്മുടെ എണ്ണ ഉപയോഗിച്ചവരുടെ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് ഫീഡ്ബാക്സ് മാത്രം വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട്. കൂടുതൽ ഫീഡ്ബാക്സ് വീഡിയോയിൽ ചേർത്താൽ വീഡിയോയ്ക്ക് ലെന്ത് കൂടും. എണ്ണ വാങ്ങാൻ താല്പര്യമുള്ളവർ വാട്സപ്പിൽ വന്നാൽ ബാക്കി ഫീഡ്ബാക്സ് എല്ലാം അയച്ചു തരാം. ഓർഡർ ചെയ്യാനും റേറ്റും ഡീറ്റെയിൽസും അറിയാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ആദ്യത്തിന് ഇതിനായിട്ട് ഈർപ്പമൊന്നുമില്ലാത്ത ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് തിളപ്പിച്ചാറിയ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതുപോലത്തെ അളവ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ഗ്ലാസിന്റെ അളവിൽ എല്ലാം അളന്നിട്ടെടുക്കാം. ഇനി ഈ പാലിലേക്ക് 1.5 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരി ഇല്ലാന്നുണ്ടെങ്കിൽ നാരങ്ങ നീര് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഒരു ചെറിയ ബൗൾ എടുക്കുക. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ട്യൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം. അപ്പം 3 കളറിലുള്ള ട്യൂട്ടി ഫ്രൂട്ടി ഒരുമിച്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഈ ട്യൂട്ടി ഫ്രൂട്ടിയിലേക്ക് 1 ടീസ്പൂൺ ഗോതമ്പ് പൊടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ അതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഇതിവിടെ ഇരിക്കട്ടെ. ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിൻ്റെ ഉള്ളിൽ കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എണ്ണയോ ബട്ടറോ എന്തെങ്കിലും ബ്രഷ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും ഒന്ന് ബ്രഷ് ചെയ്യാം. അപ്പോൾ ആ കുക്കറിൻ്റെ എല്ലാ ഭാഗത്തും എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കേക്കിൽ ഒഴിക്കുന്ന ഏത് എണ്ണയാണോ ആ എണ്ണ തന്നെയാണ് കുക്കറിലും ബ്രഷ് ചെയ്ത് കൊടുക്കാനുള്ളത്. വെളിച്ചെണ്ണ ഒഴിച്ച് ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാം. ഇനി ഒരു ബട്ടർ പേപ്പർ ഇതുപോലെ ഒന്ന് കുക്കറിൻ്റെ അളവിൽ ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തതിന് ശേഷം ബട്ടർ പേപ്പറിൻ്റെ മുകളിലും കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്യാം. ഒരുപാട് എണ്ണ അങ്ങ് കോരി ഒഴിക്കരുത്. ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യമേ ഇത് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അത് ബ്രഷ് ചെയ്ത് കൊടുത്തു. ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ വിനാഗിരി ചേർത്ത് വെച്ച പാല് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അധികം പുളിയില്ലാത്ത നല്ല കട്ടിയുള്ള 1/2 കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതാ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ 1/4 കപ്പ് പഞ്ചസാരയാണ് എടുക്കുന്നത്. ഇത് പൊടിച്ചിട്ട് വേണം ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാൻ. 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കുമ്പോൾ 1 കപ്പായിട്ടാണ് കിട്ടുന്നത്. പൊടിച്ച പഞ്ചസാര ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇത് അത്യാവശ്യം ഒരു മധുരമാണ്. കുറച്ചും കൂടെ നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി അധികം ചേർത്ത് കൊടുക്കാം. മധുരം കുറച്ച് മതി എന്നുണ്ടെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര എടുത്താൽ മതി. ഇത് നോർമൽ മധുരമാണ്. ആവശ്യത്തിനുള്ള മധുരം മാത്രമേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 1.5 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വാനില എസൻസിന്റെ ടേസ്റ്റ് ഇഷ്ടമല്ല, അല്ലെങ്കിൽ വീട്ടിൽ വാനില എസൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. അല്ലെങ്കിൽ ഇഷ്ടമുള്ള പൈനാപ്പിൾ എസൻസോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എസൻസ് ചേർത്ത് കൊടുക്കാം. കൂടി പോണ്ട 1.5 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. വീണ്ടും നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ നമ്മൾ മുട്ടയൊന്നും ചേർക്കുന്നില്ല. മുട്ട ചേർക്കാതെയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ പറ്റുമല്ലോ. മുട്ട കഴിക്കാത്തവർക്ക് പോലും ഈ കേക്ക് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റ്, നല്ല സോഫ്റ്റുമാണ് ഈ കേക്കിന്. നമ്മളിത് ഗോതമ്പ് പൊടിയിലാണ് ചെയ്തിട്ടെടുക്കുന്നത്. മൈദ ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മൾ നേരിട്ട് പഞ്ചസാര ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പഞ്ചസാര പൊടിച്ചിട്ട് ചേർക്കുന്നത്. അപ്പോൾ അതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി ഒരു അരിപ്പ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. ഇതിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മൈദയല്ല, ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഗ്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ 1.5 ഗ്ലാസ് ഗോതമ്പ് പൊടി അളന്നെടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 2 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനാണ്, കൂടി പോവരുത്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഒരു സ്പൂൺ വെച്ച് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് അരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ദാ അരിച്ച് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. മെല്ലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. കട്ടകളില്ലാതെ മിക്സ് ചെയ്തെടുക്കുക.
അപ്പോൾ ദാ കട്ടകളില്ലാതെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ടിക്ക് വേണം ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. ഒരുപാടങ്ങ് ലൂസ് ആവാനും പാടില്ല, ഒരുപാടങ്ങ് കട്ടിയാവാനും പാടില്ല. അഥവാ കട്ടി കൂടി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് തിളപ്പിച്ചാറിയ പാലും കൂടി ഒഴിച്ചു കൊടുത്താൽ മതി. ഈ ഒരു പരുവത്തിന് ബാറ്റർ റെഡിയാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ മാവൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത ടൂട്ടി ഫ്രൂട്ടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പം എല്ലാ വശത്തും ഒരുപോലെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാവിലിട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചത്. അപ്പം നമ്മൾ മാവ് ചേർക്കാതെ മിക്സ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ വശത്തും ഒരുപോലെ കിട്ടില്ല. ലാസ്റ്റ് അടിയിൽ പോയി ടൂട്ടി ഫ്രൂട്ടി തങ്ങി നിൽക്കും. ടൂട്ടി ഫ്രൂട്ടി മുഴുവനായിട്ട് താഴെ അങ്ങ് അടിഞ്ഞു കിടക്കും. അപ്പം അതുകൊണ്ടാണ് മാവ് ചേർത്ത് മിക്സ് ചെയ്തെടുത്തത്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ ബാറ്റർ തയ്യാറാക്കുന്ന സമയം ഏതെങ്കിലും ഒരു പഴയ കടായി ചൂടാക്കാൻ വെക്കുക. ഒരു 5-6 മിനിറ്റ് നല്ലതുപോലെ കടായി ചൂടാക്കിയെടുക്കാം. അപ്പോൾ ദാ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. കേക്ക് തയ്യാറാക്കാൻ പോകുന്നത് കുക്കറിലാണ്. കുക്കറിൽ ഞാൻ നേരത്തെ എണ്ണ ബ്രഷ് ചെയ്ത് ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ എണ്ണ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് എല്ലാ ഭാഗത്തും ഒന്ന് തട്ടിക്കുടഞ്ഞ് ബാക്കിയുള്ള ഗോതമ്പ് പൊടി മാറ്റിക്കളയാം. അപ്പോൾ അത് ബാറ്ററി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കണേ. ഇനി ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോയി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി ഇതിലേക്കങ്ങ് വിതറി ഇട്ട് കൊടുക്കാം. ഇത് മാവിലൊന്ന് മിക്സ് ചെയ്തെടുത്തതല്ല, ഉള്ള ട്യൂട്ടി ഫ്രൂട്ടിയാണ്. മുകളിൽ തന്നെ ഇങ്ങനെ നിൽക്കും. എല്ലാ ഭാഗത്തും വിതറി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഈ കേക്ക് ട്യൂട്ടി ഫ്രൂട്ടിയിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നട്ട്സ് വേണമെന്നുണ്ടെങ്കിലും ചേർക്കാം. കുക്കർ മൂടി വെച്ച് കൊടുക്കാം. വെയിറ്റ് മാത്രം എടുത്തിട്ടുള്ളൂ, വാഷറൊന്നും എടുത്തിട്ടില്ല. വെയിറ്റ് മാത്രം മാറ്റിയിട്ട് കുക്കർ മൂടി വെച്ച് കൊടുക്കാം. ഈ ചൂടായ തവയിലേക്ക് ഈ കുക്കർ ഇറക്കി വെക്കാം. അപ്പം ഞാൻ കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കിയ സമയത്ത് ഇരുമ്പിൻ്റെ ഒരു തവയാണ് ചൂടാക്കാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ കേക്ക് ബേക്കായി കിട്ടും. നല്ല കട്ടിയുള്ള ഇരുമ്പിൻ്റെ തവയാണ് എടുത്തിട്ടുള്ളത്. ഏതെങ്കിലും ഒരു പഴയ നോൺ സ്റ്റിക്ക് തവയായാലും മതി. ഇനി ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് വെക്കാം. പിന്നെ ഫ്ലെയിം കുറച്ച് വെക്കാം. ഇപ്പം നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 45 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയതിന് ശേഷം ഇതിൻ്റെ നടുവിലായിട്ട് ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ ടൂത്ത് പിക്ക് ക്ലിയർ ആയിട്ട് ഇതാക്കി ഇട്ടിട്ടുണ്ട്. കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. അഥവാ ടൂത്ത് പിക്കിൽ മാവ് ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ 5-10 മിനിറ്റും കൂടി ഫ്ലെയിം കുറച്ച് വെച്ച് കുക്കർ മൂടി വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ പാൻ ചൂടാണ്. ഈ പാനിൽ നിന്നും ഈ കുക്കർ പുറത്തെടുത്ത് മാറ്റി വയ്ക്കാം. ഈ കേക്ക് നല്ലോണം ചൂട് മാറണം. അപ്പോൾ കേക്കിൻ്റെ ചൂടൊക്കെ നല്ലതുപോലെ മാറിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതിൻ്റെ മുകളിലുള്ള ബട്ടർ പേപ്പർ അങ്ങ് ഇളക്കി മാറ്റാം. ഇനി ഈ കേക്ക് ഒന്ന് തിരിച്ചു വയ്ക്കാം. കേക്ക് തിരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം മുട്ടയൊന്നും ചേർക്കാതെ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള കേക്കാണ്. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രമാത്രം സോഫ്റ്റ് ആണെന്നുള്ളത്. ഈ വശം ഒന്ന് കട്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് കട്ട് ചെയ്ത പീസ് അങ്ങ് എടുക്കാം. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ മുട്ടയൊന്നും ചേർക്കാതെ പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഈ കേക്ക് ഇരിക്കുന്നത്. ഇനി ഒന്ന് മുറിച്ചും കൂടെ കാണിച്ചു തരാം. നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മളിതിൽ മുട്ടയൊന്നും ചേർത്തിട്ടില്ലല്ലോ. ഗോതമ്പ് പൊടി വെച്ചാണ് ഈ കേക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഗോതമ്പ് പൊടി വെച്ചിട്ട് ഇതുപോലെ കേക്ക് തയ്യാറാക്കി നോക്കുക. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്